ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് പലപ്പോഴും ചില ഭാഗങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പലപ്പോഴും വരാറുണ്ട്. എന്നാൽ ഇത്തവണ കൊലോസ്യ ലേഖനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൊലോസ്യ ലേഖനം പൗലോസ് എഴുതിയതിൻ്റെ പശ്ചാത്തലം ഇത്തവണ വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഴമേറിയ ഒരു പഠനമല്ല, എന്നാൽ ഈ ലേഖനത്തെ വായിക്കുകയും അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പ്രാഥമിക സഹായം എന്നുള്ള നിലയിൽ മാത്രം നിങ്ങളിതിനെ എടുക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ് കൊലോസ്യ ലേഖനമെന്ന് കരുതപ്പെടുന്നു. റോമിൽ വെച്ച് 2 തവണ അദ്ദേഹം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അതിൽ ആദ്യത്തെ തവണത്തെ ജയിൽവാസം 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അതൊരു വീട്ടുതടങ്കൽ പോലെയായിരുന്നു. ആ ജയിൽവാസത്തെപ്പറ്റി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു പരാമർശം കാണാനായിട്ട് സാധിക്കും. നിങ്ങളത് ദയവായി വായിക്കുക. അവിടെ അതിനെപ്പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കൊലോസ്യ ലേഖനം കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയ ലേഖനമാണെന്നുള്ളതിന് 2 തെളിവുകളുണ്ട്. കൊലോസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും 18-ാമത്തെ വാക്യത്തിലും നമുക്കതിൻ്റെ തെളിവുകൾ കാണാവുന്നതാണ്. അവിടെ തൻ്റെ സഹബദ്ധനായിരിക്കുന്ന ആളെക്കുറിച്ചും അതുപോലെ എൻ്റെ ചങ്ങലയെക്കുറിച്ച്, എൻ്റെ ബന്ധനങ്ങളെക്കുറിച്ച് ഓർത്തുകൊള്ളുക എന്നൊക്കെ ഈ ഭാഗങ്ങളിൽ പറയുന്നതിൽ നിന്ന് കൊലോസ്യ ലേഖനം അദ്ദേഹം കാരാഗൃഹത്തിൽ വെച്ച് എഴുതിയതാണ് എന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായിട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഈ കൊലോസ്യ സഭ സ്ഥാപിച്ചത് ആരാണ്? സാധാരണഗതിയിൽ പൗലോസ് ലേഖനങ്ങൾ എഴുതിയ പല സഭകളിലും അദ്ദേഹം സ്ഥാപിച്ച സഭകളാണ്. എല്ലാമല്ല, എന്നാൽ ഭൂരിപക്ഷവും അദ്ദേഹം സ്ഥാപിച്ച സഭകൾക്കാണ് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ അല്ലാത്ത സഭകൾക്കും അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കൊലോസ്യ സഭ പൗലോസ് സ്ഥാപിച്ച സഭയാണോ? എന്നാൽ കൊലോസ്യ സഭ കർത്താവ് സ്ഥാപിച്ചത് പൗലോസിലൂടെ ആയിരുന്നില്ല. എപ്പഫ്രാസ് എന്ന ഒരു ശിഷ്യൻ പൗലോസിനുണ്ടായിരുന്നു. അദ്ദേഹം കൊലോസ്യ പ്രദേശത്തുള്ള ഒരാളായിരുന്നു. പൗലോസിലൂടെ മനസ്സിലാക്കിയ ദൈവവചനങ്ങൾ തന്റെ സ്വദേശമായ കൊലോസിയിൽ എപ്പഫ്രാസ് അറിയിച്ചു. അങ്ങനെ ദൈവപദ്ധതിയാൽ ഉണ്ടായ ഒരു സഭയാണ് കൊലോസ്യ സഭ. ആയതിനാൽ കൊലോസ്യ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് ആണെന്ന് നമുക്ക് സാമാന്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ സൂചന കൊലോസ്യ ലേഖനത്തിലുണ്ട് താൻ. ഈ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എപ്പഫ്രാസിലൂടെയാണ് ഈ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നൊരു സൂചന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരുന്നു, എപ്പഫ്രാസ് ആണ് കൊലോസ്യ സഭ സ്ഥാപിച്ചതെങ്കിൽ പൗലോസ് ഇത്ര താല്പര്യത്തോടെ കൊലോസ്യ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുന്നതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, താൻ സ്ഥാപിക്കാത്ത ഈ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതാനുള്ള കാരണം എന്താണ്? നാം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ
ലോകത്തിന്റെ അറ്റത്തോളം പോയിട്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കാനുള്ളതായ ആ വലിയ കൽപ്പന കർത്താവിൽ നിന്ന് ശിഷ്യന്മാർ നേടി. അപ്പോൾ ശിഷ്യന്മാർ പെരുകി പൗലോസ് അടക്കമുള്ള ആളുകൾ പിന്നീട് വന്ന് സഭ മുന്നോട്ട് വളരുമ്പോഴും അവരെല്ലാവരും ആ ദൗത്യമാണ് ഏറ്റെടുത്തത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം യെരുശലേമിലും ചുറ്റുപാടുകളിലുമൊക്കെ സഭ സ്ഥാപിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ തന്നെ യഹൂദന്മാരായ ആളുകളാണ്, അവരോടാണ് കൂടുതലായിട്ടും ദൈവവചനം പറഞ്ഞത്. എന്നാൽ പലപ്പോഴും അതിന്റെ എതിർപ്പുകളൊക്കെ നേരിട്ടപ്പോൾ ലോകത്തിന്റെ അന്നത്തെ അറിയപ്പെട്ട ഭാഗങ്ങളിലേക്കൊക്കെ സഭ പരന്നു തുടങ്ങിയപ്പോൾ അപ്പോസ്തലന്മാർ അങ്ങനെ യാത്ര ചെയ്ത സമയത്ത് യഹൂദന്മാരില്ലാത്ത സ്ഥലങ്ങളിലും പോയിട്ട് ദൈവവചനം പറയേണ്ടതായിട്ട് വന്നു. അങ്ങനെ അന്നത്തെ യവനന്മാര് അടക്കമുള്ള ഗ്രീക്കുകാര്, റോമക്കാര്, ഇങ്ങനെയൊക്കെ ഉള്ളതായ മറ്റ് ജാതീയ വിഭാഗങ്ങളെടുത്ത് പോയി സുവിശേഷം പറയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ന്യായപ്രമാണത്തെക്കുറിച്ചോ പഴയ നിയമത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. യഹൂദന്മാരുടെ ഇടയിൽ ഇത് പറയുമ്പോൾ അവര് ഈ ക്രിസ്തുമാർഗത്തെ അവർ നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പറയുമ്പോൾ അവർക്ക് കുറേയൊക്കെ മനസ്സിലാക്കാം. കാരണം അവരും പഠിച്ച കാര്യങ്ങളാണ്. അവരത് പ്രയോഗത്തിൽ വരുത്തിയതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, മറ്റ് പഴയ നിയമപിതാക്കന്മാരെക്കുറിച്ച്, മോശയെക്കുറിച്ച്, അബ്രഹാമിനെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അവരെ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കാൻ കഴിയും. അവർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാകുമായിരുന്നു. എന്നാൽ കൊലോസി സഭ എന്ന് പറയുന്നത് തികച്ചും ജാതികളിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്ക് വന്ന കൂട്ടമായിരുന്നു. ഇങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാരണം മറ്റ് പല സഭകളിലും യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്ക് വന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരോട് സുവിശേഷം പറയുമ്പോൾ പഴയ നിയമ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ച് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. കാരണം അവർ മുമ്പ് അംഗങ്ങളായിരുന്ന യഹൂദ രീതികൾ അവർക്ക് പരിചിതമാണ്. എന്നാൽ കൊലോസി സഭയിൽ യഹൂദന്മാരായിരുന്ന വിശ്വാസികൾ തീരെ ഇല്ലായിരുന്നു. പൗലോസിന്റെ ശിഷ്യനായിരുന്ന എപ്പഫ്രാസിലൂടെ കേട്ട കാര്യങ്ങൾ മാത്രമാണ് അവർക്കറിയാമായിരുന്നത്. എന്നാൽ ഈ സമയം ഈ പുതിയ മാർഗത്തെ വില കുറച്ച് കാണിച്ചുകൊണ്ട് ഒരു തത്വചിന്ത കൊലോസ്യ സഭയിലെ അംഗങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ചില തത്വചിന്തകന്മാർ, വേദപഠിതാക്കൾ അതിനെപ്പറ്റി പറയുന്നത് ഗ്നോസ്റ്റിസം എന്ന തത്വചിന്തയാണ് കൊലോസ്യ സഭയിലെ അംഗങ്ങളെ സ്വാധീനിക്കാനായിട്ട് ദുരുപദേശകന്മാരായിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നതെന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ആ ഗ്നോസ്റ്റിസത്തിനകത്ത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവർ നിഷേധിച്ചു. അവർ പറഞ്ഞു ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ക്രിസ്തു. അതായിരുന്നു അവരുടെ വാദം. യേശുക്രിസ്തു ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാകയാൽ അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തെ പ്രായം മാത്രമേ ഉള്ളൂ. അതായത് ഏതാണ്ട് 30 അല്ലെങ്കിൽ 33 വയസ്സ് വരെ മാത്രം. അത് മാത്രമല്ല, താന് ഒരു ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദയിലെ ഗലീലയിലെ ഒരു തച്ച കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അത് അവിടെ വളർന്നതുകൊണ്ട് അതിനകത്തുള്ള പ്രാപ്തിയും ജ്ഞാനവും ഒക്കെ മാത്രമേ അവനുള്ളൂ. വലിയ അറിവൊന്നും യേശുക്രിസ്തുവിനില്ല. എപ്പഫ്രാസൊക്കെ ഇത് പറയുന്നുണ്ടെങ്കിലും അതൊന്നും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് വലിയ പ്രാപ്തിയോ കഴിവൊന്നും ഇല്ലാത്ത ദൈവത്തിന്റെ സാധാ ഒരു സൃഷ്ടി, അത്രേ ഉള്ളൂ യേശുക്രിസ്തു എന്ന് അവരിങ്ങനെ വാദിച്ചു. നോസ്റ്റിക് വിഭാഗക്കാർ. അപ്പൊ നോസ്റ്റിക്കുകളുടെ തത്വജ്ഞാനത്തോട് കിടപിടിക്കാൻ ഉതകുന്ന വചനപരിജ്ഞാനം എപ്പഫ്രാസിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പൗലോസിന്റെ ശിഷ്യനായിരുന്നു. പൗലോസ് പഠിപ്പിച്ചതായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം താന് യഹൂദ മതത്തിലെ ഒരു പരീശനായിരുന്നു. ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്നോ
ന്യായപ്രമാണം എല്ലാം പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് ഈ കാര്യം കുറച്ചുകൂടി വെളിപ്പാടുകളൊക്കെ ലഭിച്ചു. അദ്ദേഹത്തിന് ഈ കാര്യം കുറച്ചും കൂടെ ആഴത്തിൽ പഠിപ്പിക്കാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ എപ്പഫ്രാസ് ഇത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി വലിയ അറിവ് ക്രിസ്തുമാർഗത്തിൽ ഇല്ല. എന്നാൽ താൻ അറിഞ്ഞ കാര്യം പോയി തന്റെ സ്വദേശത്ത് പ്രസംഗിച്ച് അവിടെ ഒരു സഭ സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ നോസ്റ്റിക്കുകളായിട്ടുള്ള ആളുകൾ ഈ നിലയിലുള്ള വാദങ്ങളുമായിട്ടൊക്കെ വന്നപ്പോൾ, അതായത് ക്രിസ്തു ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്, അത്ര പരിജ്ഞാനമൊന്നുമില്ല, അത്ര അറിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിച്ചപ്പോൾ തന്റെ സഭയിലെ ആളുകളെ കാര്യങ്ങൾ ശരിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വന്നു. അത് കാരണം അദ്ദേഹത്തിന് അത്രത്തോളം പരിജ്ഞാനമില്ല. എന്നാൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ ഗുരുവായിരിക്കുന്ന, അല്ലെങ്കിൽ താൻ എവിടെ നിന്നാണോ ഇതൊക്കെ പഠിച്ചത്, അതായത് പൗലോസിൽ നിന്നാണല്ലോ താൻ ഇതെല്ലാം പഠിച്ചത്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയുമെന്ന് താൻ മനസ്സിലാക്കി. എന്നാൽ പൗലോസ് ഉടനെ കൊലോസിയിൽ എത്തുക എന്ന് പറയുന്നത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും പൗലോസ് തടവിലാണ്. പല സ്ഥലത്തും ദൂരദിക്കുകളിലേക്ക് പൗലോസിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്റെ ജനത്തോട് ഈ കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ കാര്യങ്ങൾ, സുവിശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പൗലോസിന്റെ സഹായം തനിക്ക് വേണം. അതുകൊണ്ട് ഇപ്പോൾ ഈ നോസ്റ്റിസക്കാരുടേതായിട്ടുള്ള ഈ വാദമുഖങ്ങളോട് എതിർക്കാൻ താൻ അശക്തനാണ് എന്നുള്ള കാര്യം എപ്പഫ്രാസ് പൗലൂസിനെ അറിയിച്ചു എന്നാണ് വേദപണ്ഡിതാക്കൾ പറയുന്നത്. അപ്പോ എപ്പഫ്രാസിന്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ പൗലൂസ് കൊലോസി സഭയെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ ആഗ്രഹിച്ചു. ആയതിനാൽ ക്രിസ്തു എന്ന് പറയുന്നത് ഈ നോസ്റ്റിക്കുകൾ പറയുന്നത് പോലെ കേവലം ദൈവത്തിന്റെ ഒരു സൃഷ്ടിയല്ല എന്നും, അവൻ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണെന്നും, അവൻ സർവജ്ഞാനിയാണെന്നും, അവിടുന്ന് സർവശക്തനാണെന്നും, നോസ്റ്റിസം എന്നല്ല, പ്രപഞ്ചത്തിലെ സർവജ്ഞാനവും തത്വചിന്തയും ക്രിസ്തുവിന് മുമ്പിൽ ഒന്നുമല്ലെന്നും കൊലോസ്യ സഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പൗലൂസിന്റെ കടമയും ഉത്തരവാദിത്വവുമായി മാറി. ക്രിസ്തുവിനെ അപഹസിക്കുന്ന ദുരുപദേശക്കാരുടെ പിടിയിൽ നിന്നും കൊലോസ്യ സഭയെ മോചിപ്പിച്ച് ക്രിസ്തുവിന്റെ അത്യുന്നത പദവികളെ അവർക്ക് ബോധ്യപ്പെടുത്തി ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പൗലോസ് എഴുതിയതാണ് കൊലോസ്യ ലേഖനം. ഇത്രയും പശ്ചാത്തലമായി പറഞ്ഞിട്ട് ഞാൻ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 2 വാക്യങ്ങൾ വിശദീകരിച്ച് ഇത്തവണത്തെ ഈ ഭാഗത്തെ ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള വചനങ്ങൾ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ 1-ാമത്തെയും 2-ാമത്തെയും വാക്യം, ഫസ്റ്റ് പാരഗ്രാഫ് ഞാൻ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പസ്തലനായ പൗലുസും സഹോദരനായ തീമത്തിയൂസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പൗലോസ് ആരംഭിക്കുന്നത് ശ്രദ്ധിച്ചാലും താൻ അപ്പോസ്തലനായത് ദൈവേഷ്ടത്താലാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുകയാണ്. അതായത് തൻ്റെ ഇഷ്ടത്താലോ മനുഷ്യരുടെ ഇഷ്ടത്താലോ അല്ല, പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായവനാണ് താൻ എന്നത് പൗലോസ് ആരംഭത്തിങ്കിൽ തന്നെ വ്യക്തമാക്കുന്നു. ഇതിനേക്കാൾ കുറച്ചും കൂടെ ശക്തമായ ഒരു പരാമർശം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗലാത്യ ലേഖനം എഴുതുമ്പോഴും അദ്ദേഹം ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് താൻ അപ്പോസ്തലനായതെന്ന് വളരെ ശക്തമായിട്ട് വ്യക്തമാക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും.
അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഞാൻ അപ്പസ്തോലനായിരിക്കുന്ന, അല്ലെങ്കിൽ താൻ അപ്പസ്തോലനായത് ആരുടെയും ഇഷ്ടത്താലല്ല, മാനുഷികമായ ഒരു പദ്ധതി പ്രകാരവുമല്ല, ദൈവേഷ്ടത്താലാണെന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. ഈ ലേഖനം എഴുതിയിരിക്കുന്ന പ്രധാനമായിട്ട് പൗലോസ് ആണെങ്കിലും, പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കണം, ഈ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ എല്ലാം ഒന്നും താൻ സ്വന്തം കൈകൊണ്ട് എഴുതിയതല്ല. ചില ലേഖനങ്ങൾ എഴുതുമ്പോൾ എൻ്റെ സ്വന്തം കൈയാലെ വന്ദനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താൻ എഴുതി അവസാനിപ്പിക്കാറുണ്ട്. എന്നാൽ ഭൂരിപക്ഷം ലേഖനങ്ങളും അദ്ദേഹം വാചകങ്ങൾ പറഞ്ഞു കൊടുത്ത് മറ്റേ ആളുകൾ എഴുതിക്കുകയും അവസാനം താൻ അതിന് കയ്യൊപ്പ് ചാർത്തി ഇടുകയും ചെയ്യുകയാണ്. എന്നാൽ ഒരു കാര്യമുണ്ട്, മറ്റൊരാളെ കൊണ്ട് എഴുതിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഘടനയും വാചകങ്ങളും എല്ലാം തന്നെ പൗലോസിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ലേഖനങ്ങളെന്ന് അങ്ങനെയുള്ള ലേഖനങ്ങളെയും വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം പൗലോസാണ് എഴുതുന്നത്. പലപ്പോഴും തന്റെ കയ്യിൽ ചങ്ങലയുള്ളതുകൊണ്ടും ചില സന്ദർഭത്തിൽ തന്നെ കണ്ണിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും മറ്റ് പ്രയാസങ്ങളോടുകൊണ്ടും തനിക്ക് നേരിട്ട് മൊത്തത്തിൽ എഴുതി വെക്കാൻ കഴിയുന്നില്ല. എന്നാൽ എഴുത്തിലെ ഓരോ വാക്കുകളും പൗലോസിന്റെ തന്നെയാണ്. ഇവിടെ ഈ ലേഖനം എഴുതുന്നത് പൗലോസാണ്. പക്ഷേ ഈ തുടക്കം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പസ്തലനായ പൗലോസും സഹോദരനായ തീമത്യോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നു. യഥാർത്ഥത്തിൽ താനാണ് എഴുതുന്നത്. എന്നാൽ തന്റെ ശിഷ്യനും കൂട്ടുവേലക്കാരനും യുവാവുമായ തിമത്യോസിനെയും കൂടി ചേർത്താണ് താൻ ലേഖനകർത്താവായി അവതരിപ്പിക്കുന്നത്. അതായത് പൗലോസിന്റെ ഒരു വലിയ ഹൃദയവിശാലതയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് താനും തീമത്യോസും കൂടിയാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. എന്നാൽ പൗലോസിന് ലഭിച്ച ദൈവപരിജ്ഞാനമാണ് ഈ ലേഖനത്തിന്റെ കാതൽ. എന്നാൽ അതിന്റെ അവകാശം തന്റെ കൂട്ടുവേലക്കാരനും താരതമ്യേന ജൂനിയറുമായ തിമത്യോസിനും കൂടി പങ്കിട്ട് കൊടുക്കാൻ മടിക്കാത്ത നിലയിലുള്ള ഒരു വിശാല ഹൃദയം പൗലോസിനുണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ആ ഭാഗത്ത് നാം ചിന്തിക്കണം, ഇന്നത്തെ ക്രിസ്തീയ നേതാക്കന്മാർക്ക് എത്ര പേർക്ക് ഈ നിലയിലുള്ള വിശാല ഹൃദയമുണ്ട് എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. പറയുന്ന എനിക്കായാലും കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നമുക്ക് മാത്രം അവകാശപ്പെടുന്ന ചില യോഗ്യതകൾ അല്ലെങ്കിൽ അവകാശമുള്ള ചില താലന്തുകൾ മറ്റൊരാൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ കൂടി ചെയ്തതാണ്. എൻ്റെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കാണപ്പെടുന്ന എൻ്റെ ഈ ശുശ്രൂഷയുടെ പിറകിൽ ഇന്നയാൾ കൂടെ ഉണ്ട് എന്ന് തുറന്നു പറയാൻ, അല്ലെങ്കിൽ അവരെയും കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു വലിയ പ്രാഗൽഭ്യം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടോ എന്നുകൂടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കണം. ഏതായാലും പൗലോസിന് അങ്ങനെ ഒരു ചിന്താഗതി തന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായും താൻ എഴുതിയ ലേഖനത്തിനകത്ത് തിമോത്തിയോസിനെയും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ ഇരുവരും കൂടിയാണ് ഈ ലേഖനം നിങ്ങൾക്ക് എഴുതുന്നത് കൊലോസ്യ സഭയെ എന്ന് പറയുന്ന ഒരു നിലയിൽ പൗലോസ് അത് അവതരിപ്പിക്കുന്നതും നാം ശ്രദ്ധിക്കണം. ഇനി അപ്പൊ എഴുതിയത് പൗലോസാണ്, തീമോത്തിയോസൂടെ ചേർന്ന് എഴുതിയ എന്ന് താൻ അവതരിപ്പിക്കുന്നു എങ്കിൽ തന്നെ പൗലോസാണ് എഴുതിയത്. ഇനി ഇത് ആർക്കാണ് എഴുതിയതെന്നുള്ളതാണ് അടുത്തായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഒന്നും രണ്ട് വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എഴുതിയത് ആർക്കാണെന്നത് ഈ വാക്യങ്ങൾ വിശദീകരിക്കുന്നു. കൊലോസ്യയിലെ സഭാംഗങ്ങൾക്ക് എഴുതുന്നു എന്നല്ല ഇവിടെ പറയുന്നത്, മറിച്ച് കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാണ് ലേഖനം തുടങ്ങുന്നത്. ശ്രദ്ധിക്കണം, കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നു എന്ന് പറഞ്ഞാണ് പൗലോസ് ഇവിടെ തുടങ്ങുന്നത്.
പൗലോസ് കൊലോസിയിലെ വിശ്വാസികളെ സംബോധന ചെയ്യുന്നു ശ്രദ്ധിച്ചാട്ടെ. വിശുദ്ധന്മാർ എന്ന പദമാണ് അദ്ദേഹം അവരെ പരാമർശിക്കുമ്പോൾ നൽകുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് AD 1-ാം നൂറ്റാണ്ടിലാണ്. നാം ഇപ്പോൾ ജീവിക്കുന്നത് AD 21-ാം നൂറ്റാണ്ടിലാണ്. ഇന്ന് വിശുദ്ധന്മാർ എന്ന് പരാമർശിക്കപ്പെടുന്നത് പലപ്പോഴും മരിച്ചുപോയ പരിമിതമായ എണ്ണം ആളുകളെയാണ്. സാമുദായിക സഭകളാകട്ടെ ബൈബിളിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ചില കർമ്മ ആചാരങ്ങളിലൂടെ മരണമടഞ്ഞ ആളുകളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു. മരണമടഞ്ഞ ശേഷം അവർ ചെയ്തു, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ വിശുദ്ധന്മാരെന്ന് പറയപ്പെടുന്നവർ ചെയ്തു എന്ന് ഇവർ വിശ്വസിക്കുന്ന ചില വീര്യപ്രവൃത്തികളെ ആധാരമാക്കി കുറെ പേരെ വിശുദ്ധരായി ഭൂമിയിലുള്ള ചിലർ പ്രഖ്യാപിക്കുകയും ഭൂമിയിലുള്ള മറ്റുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് നാം കണ്ടുവരുന്നത്. അങ്ങനെ ചില സഭകളൊക്കെ ചിലരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിനു മുമ്പ് ചില ക്രിയകൾ, ചില പ്രവൃത്തികളിലൂടെ വാഴ്ത്തപ്പെട്ടവർ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ നടത്തി പിന്നെ അവരെ വിശുദ്ധരാക്കുന്നു. പിന്നെ അവർ അന്നു മുതൽ അവർ വിശുദ്ധരാണ്. പിന്നെ നേരത്തെ കുറേ വിശുദ്ധന്മാരുടെ പേരുകൾ എഴുതി വെക്കും. അപ്പൊ അവരാണ് വിശുദ്ധർ എന്നുള്ളതാണ് പൊതുവിലുള്ള വെയ്പ്പ്. ഇതിനെതിരായിട്ട് നിൽക്കേണ്ടവരാണ് വേർപെട്ട വിശ്വാസികൾ. ഇങ്ങനെയുള്ള സാമുദായിക തലങ്ങളിൽ നിന്നൊക്കെ മാറി യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആളുകളെന്ന് അവകാശപ്പെടുന്ന വേർപെട്ട വിശ്വാസികൾ. അവരെന്താണ് ചെയ്യുന്നത്? അവർ കൂടി വരുന്ന സഭകളില് സഭാംഗങ്ങളെ ഇതുപോലെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ ഇടയന്മാർ തയ്യാറാവുന്നുണ്ടോ? ധൈര്യപ്പെടുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു സഭയില് അല്ലെങ്കിൽ വേർപെട്ട വിശ്വാസികൾ കൂടി നിൽക്കുന്ന ഒരു സഭയില് വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞല്ല അഭിസംബോധന ചെയ്യുന്നത്? അത് വളരെ അങ്ങനെ കാണാറില്ല. എല്ലായിടത്തും ഇന്ന് വിശ്വാസികൾ മാത്രമാണ് കാണപ്പെടുന്നത്. വിശ്വാസികളെ എന്ന് വിളിക്കാറുണ്ട്, വിശുദ്ധന്മാരെ എന്ന് അങ്ങനെ വിളിക്കാറില്ല. വിശുദ്ധന്മാരൊക്കെ പിന്നെ ഭൂമിയിൽ നിന്ന് വേർപെട്ടു, അവർ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണ് വിശുദ്ധനായി തീരുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് പൊതുവിൽ പറയുന്നില്ലെങ്കിലും വേർപെട്ട വിശ്വാസ സമൂഹങ്ങൾ നമ്മൾ കാണുന്നു. ഞാനൊരു വിശുദ്ധനാണ് എന്ന് തന്റെ ഇടത്തോടെ പറയാൻ ധൈര്യമുള്ള ഇടയനെയോ ആടുകളെയോ ഇന്ന് വേർപെട്ട സഭകളിലും നാം കാണുന്നില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇത് തെറ്റാണ്, ഇങ്ങനെ ഇത് അങ്ങനെയല്ല എന്ന് പറയാൻ വിശ്വാസികൾ ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കണം. അതെ, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഞാനൊരു വിശുദ്ധനാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദൈവദാസനെ വെറുതെ ഒരു വീമ്പടിക്കലല്ല, കൃത്യമായിട്ട് അങ്ങനെ പറയാൻ ധൈര്യത്തോടെ ഞാനൊരു വിശുദ്ധനാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഇടയനെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെയോ വളരെ അപൂർവമായി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്നുള്ളതും കൂടി നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. കൊലോസ്യയിലെ സഭാംഗങ്ങളെ പൗലോസ് വിശുദ്ധന്മാരെന്ന് വിളിക്കുമ്പോൾ അവരേതെങ്കിലും വീര്യപ്രവൃത്തികൾ ചെയ്തതായിട്ട് ഒരു പരാമർശവും ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം തുടങ്ങുമ്പോൾ കൊലോസ്യയിലെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈ ലേഖനത്തിലെ എല്ലാ അധ്യായങ്ങളും നമ്മൾ വായിച്ചു തീർത്താലും ഈ കൊലോസ്യയിലെ ആളുകൾ എന്തെങ്കിലും ഒരു വീര്യപ്രവൃത്തി ചെയ്തു അതുകൊണ്ട് അവർ വിശുദ്ധരായി എന്ന് പൗലോസ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ വിശുദ്ധരെന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ത്യാഗികളായ ആളുകൾ, അവർ വിശുദ്ധരാകുന്ന ഒരു പൊതുസങ്കല്പമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തികൾ ഈ കൊലോസ്യയിലെ സഭയിലെ അംഗങ്ങൾ ചെയ്തതായിട്ടും നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നില്ല. മാത്രമല്ല, ഈ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാക്കാം. ഈ കൊലോസ്യയിലെ വിശ്വാസികളെ ആരെയും പൗലോസ് നേരിൽ കണ്ടിട്ടില്ല എന്നുള്ളതും തുടർന്നുള്ള അധ്യായങ്ങളും വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴെന്തുകൊണ്ടായിരിക്കാം പൗലോസ് കൊലോസ്യ വിശ്വാസികളെ വിശുദ്ധന്മാരെന്ന് വിളിച്ചത്? അതിന്റെ കാരണം ദൈവസഭയെക്കുറിച്ചുള്ള
പൗലോസിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. യേശുക്രിസ്തുവിനെ രക്ഷകനും ഗുരുവുമായി അംഗീകരിച്ച് പാപവഴികളെ ഉപേക്ഷിച്ച് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് പൗലോസിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണ് ക്രിസ്തു എന്നത് റോമാലേഖനത്തില് പൗലോസ് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഒരു വാക്യം ഞാൻ വായിക്കാം. റോമാലേഖനത്തിൽ കാര്യം പൗലോസ് പറയുന്നത് ഞാനൊരു വാക്യം വായിച്ച് തെളിയിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. ഏത് വിശ്വാസത്താൽ? ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ എന്നുള്ളത് മേളിലൊക്കെ പറയുന്നുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കും. അപ്പോ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കാഴ്ചപ്പാട്, ഒരാൾ ക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ അയാൾ നീതിമാനായി തീർന്നു എന്നാണ് പൗലോസ് റോമാലേഖനത്തിലൂടെ ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു നീതീകരിച്ച ഒരുവൻ, ഏത് പാപിയായിക്കോട്ടെ, പക്ഷെ യേശുക്രിസ്തു അദ്ദേഹത്തെ നീതീകരിച്ചാൽ, അതായത് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട, അവനാൽ നീതീകരിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധരാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പൗലോസ് തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ജനമാണ് കൊലോസ്യ സഭയിലെ അംഗങ്ങൾ. ആയതിനാൽ കൊലോസ്യ സഭയിലെ അംഗങ്ങളെ വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ പൗലോസിന് മടിയില്ല. താൻ വിശുദ്ധരെന്ന് വിളിക്കുന്നവരെ പറ്റി പൗലോസിന് നേരിട്ട് അറിവൊന്നുമില്ല. എന്നാൽ അവരുടെ കാര്യങ്ങൾ തന്നെ അറിയിച്ച എപ്പഫ്രാസ് തന്റെ ശിഷ്യനാണ്. അദ്ദേഹം തന്നെ അറിയിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പൗലോസ് കൊലോസ്യ വിശ്വാസികളെ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നത്. താൻ പഠിപ്പിച്ച, തന്നിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞ എപ്പഫ്രാസ് തന്റെ ആടുകളായി ദൈവം തനിക്ക് നൽകിയ വിശ്വാസികളെ പറ്റി പറയുന്നതിനെ പൗലോസ് അവിശ്വസിക്കുന്നില്ല. അത് അംഗീകരിച്ചുകൊണ്ട്, അതായത് സത്യത്തിൽ കൊലോസിലെ വിശ്വാസികളെ പൗലോസ് കണ്ടിട്ടില്ല. എന്നാൽ തന്റെ ശിഷ്യനായിരിക്കുന്ന എപ്പഫ്രാസ് താൻ പഠിപ്പിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് വിശ്വാസികളായി എന്ന് എപ്പഫ്രാസ് പറയുമ്പോൾ അത് അതേപടി അംഗീകരിക്കുകയാണ് പൗലോസ്. അപ്പൊ അവര് വിശ്വാസികളാവുമ്പോൾ എങ്ങനെയാണ്? അവർ യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടു എന്ന് പൗലോസ് ഉറപ്പിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട വ്യക്തി അവൻ വിശുദ്ധനാണ്. അതാണ് പൗലോസിന്റെ കാഴ്ചപ്പാട്. അപ്പൊ തന്റെ ആടുകളായി ദൈവം തനിക്ക് നൽകിയ വിശ്വാസികളെ പറ്റി എപ്പഫ്രാസ് പറയുന്നതിനെ പൗലോസ് അവിശ്വസിക്കാതെ അത് അംഗീകരിച്ചു. അത് പൗലോസിന്റെ ഒരു മേന്മയാണ്. തന്റെ കൂടെ നടക്കുന്നവരെ പോലും വിശ്വാസത്തിലെടുക്കാതെ സംശയാലുക്കളായി നടക്കുന്ന മേലധ്യക്ഷന്മാർ പെരുകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ വലിയൊരു ശ്രേഷ്ഠമായ മനോഭാവമായിരുന്നു പൗലോസിനുണ്ടായിരുന്നതെന്ന് കൂടി നമ്മൾ ഈ തരുണത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മളവിടെ കാണും. അടുത്ത പറയുന്ന പ്രയോഗം എന്ന് പറയുന്നത് വിശ്വസ്ത സഹോദരന്മാർ എന്നുള്ള പ്രയോഗം കൊടുക്കുന്നുണ്ട്. രണ്ടാമതായി കൊലോസ്യ വിശ്വാസികളെ പൗലോസ് വിളിക്കുന്നത് ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാർ എന്നാണ്. യഹൂദ മതത്തിലെ ഏറ്റവും ഉന്നതമായിരുന്ന പരീശ പക്ഷക്കാരനും അപ്പോൾ തന്നെ ജന്മം കൊണ്ട് അക്കാലത്തെ ഉന്നത പൗരത്വമായ റോമാ പൗരത്വം സിദ്ധിച്ചവനും വിദ്യാസമ്പന്നനുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. അതെല്ലാം ഈ സംബോധനയിലൂടെ, അതായത് യഥാർത്ഥത്തിൽ ഈ കൊലോസ്യയിലെ വിശ്വാസികളെ തന്റെ സഹോദരന്മാരെന്ന് വിളിക്കുമ്പോൾ
യഥാർത്ഥത്തിൽ പൗലോസിന്റെ ആക്ഷരികമായ സഹോദരന്മാരല്ല. പക്ഷെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആക്ഷരികമായി ഉണ്ടായിരുന്നതിനെ മുഴുവൻ താൻ ചവർന്നെണ്ണിയിരിക്കുകയാണ്. ഇക്കാര്യം ഫിലിപ്പിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. ഉദാഹരണം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നെണ്ണും. അതായത് തന്റെ റോമാ പൗരത്വം, തന്റെ പരീക്ഷ മതത്തിലെ അല്ലെങ്കിൽ യഹൂദ മതത്തിലെ പരീക്ഷണം എന്ന നിലയിലുണ്ടായിരുന്ന സ്ഥാനം, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച അക്കാലത്തെ ഏറ്റവും വലിയ ജ്ഞാനിയായി തീർന്നത് തന്റെ കഴിവ്, പ്രാപ്തി, തന്റെ സമ്പന്നത, തനിക്കുണ്ടായിരുന്ന റോമാ പൗരത്വം എല്ലാം തന്നെ പൗലോസ് ചവർന്ന് നിന്നുകയാണ്. എന്നിട്ട് താനിപ്പോ മറ്റൊരു ബന്ധത്തിലാണ്. താൻ യേശുക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ, താൻ ആ ക്രിസ്തുവിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പഴയ മനുഷ്യന് മരിച്ചു കഴിഞ്ഞു. അതാണ് പൗലോസ് പല ലേഖനങ്ങളിലും പറയുന്നത്. ഇപ്പോൾ കൊലോസ്യ വിശ്വാസികൾ, അവരെ ഒരിക്കലും താൻ കണ്ടിട്ടില്ല. എപ്പഫ്രാസ് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. മാത്രമല്ല ജാതീയ തലത്തിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷേ ഞാനും നിങ്ങളും സഹോദരങ്ങളാണ് എന്ന് തുറന്നു പറയുകയാണ് പൗലോസ്. വിശുദ്ധന്മാരെന്ന് മാത്രമല്ല, വിശ്വസ്തരും ക്രിസ്തുവിൽ സഹോദരന്മാരും എന്ന നിലയിലാണ് പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളുടെ 2-ാം ഭാഗത്തേക്ക് കാണുന്നു: കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പൊ ക്രിസ്തു നിമിത്തം തനിക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ തനിക്ക് ലാഭമായിരുന്നതെല്ലാം താൻ ഛേദമെന്നെണ്ണി. അതും തന്റെ ലേഖനങ്ങളിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഓരോ ക്രിസ്തു ശിഷ്യനും ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണെന്ന് പൗലോസ് കരുതുന്നു. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത് 1 കൊരിന്ത്യർ 2:2 പൗലോസ് പറയുന്നു. അപ്പോ കൊലോസ്യയിലെ വിശ്വാസികൾ അവർ യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരാണ്. ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ് താനും. തിമത്തിയൂസും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകനാണ്. അപ്പോൾ ഗ്രഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഗ്രഹവിചാരകന്മാരായതുകൊണ്ട് ഞങ്ങൾ വിശ്വസ്തരാണ്. ഞങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാരായിരിക്കുന്ന കൊലോസിയിലെ വിശ്വാസികളും വിശ്വസ്തരാണ്. അപ്പൊ അതുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നേരിട്ട് ഒരു അറിവുമില്ലാത്ത, എപ്പഫ്രാസ് പറഞ്ഞ അറിവ് മാത്രമുള്ള കൊലോസിയിലെ വിശ്വാസികളെ പൗലോസ് വിളിക്കുകയാണ് വിശ്വസ്തരെ, സഹോദരങ്ങളെ. ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ക്രിസ്തുവിൽ ജനിച്ചവനാണിത് പൗലോസ്. അതേ ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള സന്ദേശം എപ്പഫ്രാസിനാൽ കേട്ട, അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ചവരാണ് കൊലോസ്യ സഭയിലെ വിശ്വാസികൾ. അപ്പോൾ ആ വിശ്വാസ സമൂഹത്തെ ക്രിസ്തുവിൽ വിശ്വസ്തരും വിശുദ്ധന്മാരുമായ സഹോദരന്മാരെന്നല്ലാതെ എന്ത് വിളിക്കാൻ പൗലോസിന് കഴിയും? തുടർന്ന് അവരുടെയും തന്റെയും പിതാവായ ദൈവത്തിൽ നിന്നുള്ള കൃപയും സമാധാനവും അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പൗലോസ് തുടങ്ങുന്നത്. ഇതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചത്, കൊലോസ്യ ലേഖനം ഏത് പശ്ചാത്തലത്തിലാണ് പൗലോസ് എഴുതിയതെന്നും ആർക്കാണ് എഴുതിയതെന്നും എന്തുകൊണ്ടാണ് എഴുതിയതെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷം അതിന്റെ 1-2 വാക്യങ്ങൾ പറഞ്ഞാണ് ഈ ഭാഗം ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വാക്യങ്ങളായിട്ട് അടുത്ത ഭാഗങ്ങളിൽ തുടർന്ന് മുന്നോട്ട് പറയാവുന്നതാണ്. നിങ്ങൾ കേൾക്കാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പറയുന്നു. തുടർന്നും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.